നമ്മൾ എവിടെ പോന്നേ? അമ്പലത്തിൽ പോവാണോ? ഓക്കെ. കല്യാണി ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെ ആദ്യത്തെ ഇൻട്രോ കൺമണിമോള് കീഴടക്കി. അങ്ങനെ ചുന്ദരിമണീസ് എല്ലാം കൂടി അമ്പലത്തിൽ പോവാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ജങ്കാറിലാണ് നമ്മൾ കാട്ടിലെ അമ്പലത്തിലേക്ക് പോകുന്നത്. അന്നേരം അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരുന്ന ജങ്കാർ എത്തി. ഇനി ഇതിൽ ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആളൊക്കെ ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു 7 മണി ടൈം ആയിരുന്നു നമ്മൾ പോയത്. അപ്പോൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അതിൽ വന്നത്. അപ്പം അതാണ്ട് ഇവിടെ സൈഡിൽ 2 പേര് നിപ്പുണ്ട് കേട്ടോ, ആസ്വദിച്ചവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ കാട്ടിലെ അമ്പലത്തിൻ്റെ അവിടെ ആ ജങ്കാർ എത്തി. അവിടെ നിന്ന് നടന്ന് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. അപ്പോൾ കുടയൊക്കെ പിടിച്ച് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ നടന്നൊക്കെ പോവുകയാണ്. അങ്ങനെ ചേച്ചിമാർ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവരുവാണ്. ചേച്ചിമാർ വേറൊന്നും അല്ല നോക്കുന്നത്, കടയിലേക്ക് തന്നെയാണ്. തിരിച്ചു വരുമ്പം എന്തൊക്കെ സാധനം വാങ്ങാമെന്ന് നോട്ടിട്ട് വെച്ചിട്ടുള്ള നടത്തമാണ് ഈ കാണുന്നത്. എല്ലാ മാസവും ഞാനും വന്ന് മണി കെട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം ഞാൻ മണി കെട്ടുന്നില്ല. ഇന്ന് ഇവർക്ക് മണി കെട്ടണം. ഇവിടുന്ന് വഴിപാട് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ റെസിപ്റ്റ് എഴുതി അമ്പലത്തിനകത്ത് കൊടുക്കണം. അതിനുശേഷം അവിടുന്ന് മണി പൂജിച്ച് നമുക്ക് പുറത്ത് തരും. എന്നിട്ട് പിന്നെ നമുക്ക് അവിടെ ആലിൽ പോയി മണി കെട്ടാം. ചേച്ചിമാർ 2 പേരും പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ കയറി തൊഴുത് പുറത്ത് കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഇനി മണിയും വാങ്ങിച്ച് നമ്മളിതാ മണി കെട്ടാൻ പോവുകയാണ്. 7 വട്ടം വലം വെച്ചിട്ടാണ് മണി കെട്ടേണ്ടത്. അപ്പം നമ്മൾ ഈ വട്ടം കെട്ടാത്തത് കൊണ്ട് നമ്മൾ 7 വട്ടം വലം വെച്ചത് മാത്രമേ ഉള്ളൂ. അവരുടെ കൂടെ നമ്മളും ഇങ്ങനെ നടന്നു. അങ്ങനെ കുട്ടിമണീസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവളന്മാർക്ക് പായസം വേണമെന്നുള്ള ഒരു കരച്ചിൽ. അവിടെ പൊങ്കാലിടുന്ന കണ്ട് വീണ്ടും എൻ്റെ അടുത്ത് പറയുമോ വാ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ പൊങ്കാലിടുന്നിടത്തോട്ട് പോയി. അവിടുന്ന് പായസം കുടിച്ചു. പിന്നെ അതിന് ശേഷം നിൽക്കുന്നുണ്ടോ, നോട്ട വിട്ട സാധനങ്ങളെല്ലാം വാങ്ങി എന്തോ കീഴടക്കിയ പോലെ 3 ചേച്ചിമാരും നിപ്പുണ്ട്. കൺമണിമോൾ ഇത്തിരി പിണക്കത്തിലാണ് കേട്ടോ. കിച്ചൺ സെറ്റ് കൺമണിമോൾക്ക് ഇന്നാൾ വാങ്ങി, ഇപ്പം വാങ്ങിയില്ല. ആ ഒരു പിണക്കത്തിൽ നിൽക്കുകയാണ്. അപ്പം കല്യാണി പറയാം എന്നാൽ പിടിച്ച വീട്ടിലെത്തുമ്പോൾ അങ്ങ് തന്നാൽ മതിയെന്ന്. പിന്നീട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ജങ്കാറിൽ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.